രാജ്യത്ത് എത്രയോ പ്രതിപക്ഷ നേതാക്കന്മാർ ഇഡിയെ പേടിച്ച് രാഷ്ട്രീയം അവസാനിപ്പിക്കുകയാണ്. ഇഡിയെ പേടിച്ച് ആത്മഹത്യ ചെയ്തവരുണ്ട്. ഇഡിയെ പേടിച്ച് നരേന്ദ്രമോദിയുടെ മുട്ടുകാലിൽ വീണു ചെന്ന് മാപ്പ് പറഞ്ഞ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം സ്വീകരിച്ചവരുണ്ട്. ആത്മാഭിമാനം ഉള്ള ഒരുപാട് രാഷ്ട്രീയ പ്രതിപക്ഷ നേതാക്കന്മാർ രാഷ്ട്രീയ വനവാസത്തിന് പോയിട്ടുണ്ട്. അങ്ങനെയുള്ള ഇഡിയുടെ സംരക്ഷണം ഈ രാജ്യത്ത് ഏറ്റുവാങ്ങിയ ഒരേ ഒരു രാഷ്ട്രീയ നേതാവ് അത് പിണറായി വിജയനാണ്. അദ്ദേഹത്തിന്റെ മകൻ വിവേക് കിരണാണ്. ഒരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മളൊക്കെ വലിയ ഭീതിജനകമായൊരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്. രാജ്യം വലിയ പ്രതിസന്ധിയിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് നമ്മളെല്ലാം പുകഴ്പെറ്റു കൊള്ളുന്ന നമ്മുടെ ഇന്ത്യ രാജ്യം, ആ ഇന്ത്യ രാജ്യത്തിൻ്റെ ജനാധിപത്യം ഇന്ന് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. നരേന്ദ്രമോദി ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെ ഇഞ്ചിഞ്ചായി ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം, ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം നമ്മുടെ രാജ്യമല്ല. വലിപ്പം കൊണ്ട് നമ്മൾ 7ാം സ്ഥാനത്താണ്. നമ്മളെക്കാൾ വലിയ 6 രാജ്യങ്ങളുണ്ട് ലോകത്ത്. അവർക്ക് അന്യം നിന്നുപോയ ജനാധിപത്യം ഉയർത്തിപ്പിടിച്ചത് നമ്മളാണ്. നമ്മുടെ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ അടിമുടി ജനാധിപത്യത്തെ ആവഹിച്ചൊരു രാജ്യമാണ്. കേവലം പാർലമെന്റിലേക്കും പഞ്ചായത്തിലേക്കും മാത്രമല്ല നമ്മൾ വോട്ട് ചെയ്ത് നമ്മുടെ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത്. നമ്മുടെ പള്ളി കമ്മിറ്റിയിൽ, മകൽ കമ്മിറ്റിയിൽ, അമ്പല കമ്മിറ്റിയിൽ, വായനശാല കമ്മിറ്റിയിൽ, എല്ലായിടത്തും നമ്മൾ നമ്മുടെ നേതൃത്വം തിരഞ്ഞെടുക്കുന്നത് ജനാധിപത്യത്തിലൂടെയാണ്. അങ്ങനെ അടിമുടി ജനാധിപത്യത്തെ ആവഹിച്ച ഇന്ത്യ രാജ്യത്ത് ജനാധിപത്യത്തെ ഇല്ലാതാക്കുകയാണ് നരേന്ദ്രമോദി. ലോകത്തിന്റെ മുമ്പിൽ വിസ്മയമായി നിലനിന്നിരുന്ന ഈ രാജ്യത്തിന്റെ മതേതര പാരമ്പര്യം, വിവിധ മതങ്ങളെ, ജാതികളെ, ഭാഷകളെ, വർഗങ്ങളെ, വർണ്ണങ്ങളെ കോർത്തിണക്കിയ, ചേർത്ത് നിർത്തിയ ഈ രാജ്യത്തിന്റെ പാരമ്പര്യം, ആ പാരമ്പര്യത്തെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി ഇന്ത്യ രാജ്യത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. ഇവിടെ സൂചിപ്പിച്ചു, ബീഹാറിലെ ഇലക്ഷൻ 68 ലക്ഷം ആളുകളെ SIRന്റെ പേരിൽ വോട്ടർ പട്ടികയിൽ നിന്ന് നിഷ്കുരണം പുറന്തള്ളിയിരിക്കുകയാണ്. നരേന്ദ്രമോദി ബീഹാറിൽ വിജയിച്ചത് അങ്ങനെയാണെങ്കിൽ നരേന്ദ്രമോദി കഴിഞ്ഞ 10 വർഷം ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് എങ്ങനെയാണെന്ന് രാഹുൽ ഗാന്ധി നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടി. വോട്ടർ പട്ടികയിലെ ക്രമക്കേടാണ്, വോട്ടിംഗ് മെഷീനിലെ കൃത്രിമമാണ്. കർണാടക ഒരു നിയമസഭാ മണ്ഡലത്തിൽ മാത്രം, മഹാദേവപുരം എന്ന് പറയുന്ന മണ്ഡലത്തിൽ മാത്രം 1 ലക്ഷം കള്ളവോട്ടുകളാണ്. ഒരു കടമുറിയുടെ പേരിൽ 300 വോട്ടുകളാണ് വ്യാജമായി ചേർത്തിരിക്കുന്നത്. കന്നി വോട്ടർമാരുടെ പ്രായം 90 വയസ്സാണ്, 80 വയസ്സാണ്. അച്ഛൻ്റെ പേരിൻ്റെ സ്ഥാനത്ത് വോട്ടർ പട്ടികയിൽ അക്ഷരങ്ങളാണ്, അമ്മയുടെ പേരിൻ്റെ സ്ഥാനത്ത് വോട്ടർ പട്ടികയിൽ അക്കങ്ങൾ മാത്രമാണ്. വ്യാജമായി വോട്ടുകൾ ചേർത്ത്, ആളുകളെ വ്യാജമായി ചേർത്ത് തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് ഈ രാജ്യത്തിൻ്റെ തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ നരേന്ദ്രമോദി നേതൃത്വം നൽകുകയാണ്. കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ നമ്മൾ വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആദ്യം കേട്ട വാർത്ത, രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വാരാണസി പാർലമെന്റ് മണ്ഡലത്തിൽ 15,000 വോട്ടുകൾക്ക് പിറകിലെന്നാണ്. പിന്നെ ഒരു വാർത്തയും വന്നില്ല. 3 മണിക്കൂറിന് ശേഷമാണ് നരേന്ദ്രമോദി വിജയിച്ചുവെന്ന വാർത്ത പുറത്തു വരുന്നത്. നരേന്ദ്രമോദി ഉൾപ്പെടെ രാജ്യത്ത് വിജയിച്ചു വന്ന BJPയുടെ ജനപ്രതിനിധികൾ മുഴുവൻ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തിയാണ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. രാജ്യത്തിന്റെ തിരഞ്ഞെടുപ്പിനെ ഇവർ അട്ടിമറിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 5 പതിറ്റാണ്ടുകാലം നിഷ്പക്ഷമായി, നീതിപൂർവമായി ലോകത്തിലെ ഏറ്റവും വലിയ തിരഞ്ഞെടുപ്പ് പ്രക്രിയക്ക്, ജനാധിപത്യ പ്രക്രിയക്ക് നേതൃത്വം കൊടുത്തിരുന്ന ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇന്ന് നരേന്ദ്രമോദിയുടെ കയ്യിലെ കളിപ്പാവയായി, BJPയുടെ ചട്ടുകമായി ഈ രാജ്യത്ത് മാറിയിരിക്കുകയാണ്. അതിനെതിരെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വലിയ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സമദാനി സാഹിബ് ഉൾപ്പെടെയുള്ള രാജ്യത്തെ പ്രതിപക്ഷ MP-മാർ ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി കൈകൾ കോർത്തു വെച്ച് ഈ ജനാധിപത്യ വിരുദ്ധതക്കെതിരെ വലിയ പോരാട്ടം നയിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ പിറകിൽ ഈ രാജ്യത്തെ പ്രതിപക്ഷ നേതാക്കന്മാർ എല്ലാ അഭിപ്രായ വ്യത്യാസവും മാറ്റിവെച്ച് ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി പാറ പോലെ ഉറച്ചു നിൽക്കുകയാണ്. രാജ്യം രാഹുൽ ഗാന്ധിക്ക് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് പിന്തുണ പ്രഖ്യാപിക്കാൻ തയ്യാറാവാത്ത, രാഹുൽ ഗാന്ധി ഇപ്പോഴും പുച്ഛിക്കുന്ന ഒരു നേതാവ് ഈ രാജ്യത്തുണ്ടെങ്കിൽ, ഒരു പ്രതിപക്ഷ മുഖ്യമന്ത്രി രാജ്യത്തുണ്ടെങ്കിൽ, ഒരു പ്രതിപക്ഷ നേതാവുണ്ടെങ്കിൽ അത് കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ മാത്രമാണ്. ഇതുപോലെ ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ തല്ലി തകർത്ത് തരിപ്പണമാക്കി നരേന്ദ്രമോദി മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിനെതിരെ ഒരു നിലപാടെടുക്കാത്ത ഒരു നേതാവ്, പ്രിയപ്പെട്ടവരെ, കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ ഓർക്കണം. രാജ്യത്ത് മുഴുവൻ പ്രതിപക്ഷ നേതാക്കന്മാരെയും നരേന്ദ്രമോദി വേട്ടയാടുകയാണ്. സോണിയാഗാന്ധിയെ ED ഉപയോഗിച്ച് ചോദ്യം ചെയ്യുകയാണ്. രാഹുൽ ഗാന്ധിയെ CBI ഉപയോഗിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. അരവിന്ദ് കെജ്രിവാളിന്റെ വീട് റെയ്ഡ് ചെയ്യുകയാണ്. മമതാ ബാനർജിയുടെ വീട് റെയ്ഡ് ചെയ്യുകയാണ്. DK ശിവകുമാറിനെ ജയിലിലടക്കുകയാണ്. P ചിദംബരത്തെ തുറങ്കിലടക്കുകയാണ്.
രാജ്യത്തെ മുഴുവൻ പ്രതിപക്ഷ നേതാക്കന്മാരെയും വേട്ടയാടുകയാണ്. നരേന്ദ്രമോദിക്കെതിരെ നിലപാടെടുക്കുന്ന മുഴുവൻ പ്രതിപക്ഷ നേതാക്കന്മാരെയും ED ഉപയോഗിച്ച്, CBI ഉപയോഗിച്ച്, കസ്റ്റംസിന് ഉപയോഗിച്ച് രാജ്യത്തെ പ്രതിപക്ഷ നേതാക്കന്മാരെ മുഴുവൻ വേട്ടയാടുമ്പോൾ ഈ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ സംരക്ഷിക്കുന്നു. തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ ചേർത്ത് നിർത്തി സംരക്ഷിക്കുന്നത് പോലെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ സംരക്ഷിക്കുകയാണ് രാജ്യം ഭരിക്കുന്ന ഭരണകൂടം. ഈ രാജ്യത്തെ മുഴുവൻ പ്രതിപക്ഷ നേതാക്കന്മാരെയും വേട്ടയാടുകയാണ്. പക്ഷേ ഇവിടെ നരേന്ദ്രമോദിക്ക് വേട്ടയാടാൻ തക്ക പാകത്തിൽ ഒരുപാട് ആരോപണങ്ങൾ ഉയർന്നു വരുന്നു പിണറായി വിജയനെതിരെ. പക്ഷെ ചെറുവിരൽ പോലും അനക്കുന്നില്ല. രാജ്യത്തെ മുഴുവൻ പ്രതിപക്ഷ നേതാക്കന്മാരെ ED ഉപയോഗിച്ച് വേട്ടയാടുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരണെതിരെ വടക്കാഞ്ചേരി ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ട് EDയുടെ സമൻസ് വരികയാണ്. EDയുടെ സമൻസ് ലഭിച്ചിട്ട് ചോദ്യം ചെയ്യലിന് ഹാജരാവുന്നില്ല. EDയുടെ സമൻസിന് കടലാസു തോണിയുടെ വില പോലും കൽപ്പിക്കേണ്ടുന്ന ഒരാവശ്യം പിണറായി വിജയന് വരുന്നില്ല. പിണറായി വിജയന് EDയുടെ സംരക്ഷണം ലഭിക്കുകയാണ്. രാജ്യത്ത് എത്രയോ പ്രതിപക്ഷ നേതാക്കന്മാർ EDയെ പേടിച്ച് രാഷ്ട്രീയം അവസാനിപ്പിക്കുകയാണ്. EDയെ പേടിച്ച് ആത്മഹത്യ ചെയ്തവരുണ്ട്. EDയെ പേടിച്ച് നരേന്ദ്രമോദിയുടെ മുട്ടുകാലിൽ വീണു ചെന്ന് മാപ്പ് പറഞ്ഞ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം സ്വീകരിച്ചവരുണ്ട്. ആത്മവിമാനം ഉള്ള ഒരുപാട് രാഷ്ട്രീയ പ്രതിപക്ഷ നേതാക്കന്മാർ രാഷ്ട്രീയ വനവാസത്തിന് പോയിട്ടുണ്ട്. അങ്ങനെയുള്ള EDയുടെ സംരക്ഷണം ഈ രാജ്യത്ത് ഏറ്റുവാങ്ങിയ ഒരേ ഒരു രാഷ്ട്രീയ നേതാവ് അത് പിണറായി വിജയനാണ്. അദ്ദേഹത്തിന്റെ മകൻ വിവേക് കിരണാണ്. പിണറായി വിജയനെതിരെയുള്ള ആരോപണം SNC ലെവലിൻ കേസുമായി ബന്ധപ്പെട്ട് CBI സുപ്രീം കോടതിയിൽ 42 തവണയാണ് കേസ് മാറ്റിവെക്കുകയാണ്. രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയും അമിത്ഷായും പിണറായി വിജയനെ വഴിവിട്ട് സഹായിക്കുകയാണ്. ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ചരിത്രത്തിൽ ഒരു കേസ് ഏറ്റവും കൂടുതൽ തവണ മാറ്റിവെക്കപ്പെടുകയും നീട്ടിവെക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പിണറായി വിജയൻ പ്രതിയായ SNC ലെവലിൻ കേസാണ്. 2 രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം പ്രഖ്യാപിക്കേണ്ടുന്ന ഗൗരവതരമായ കുറ്റമാണ്, രാജ്യാന്തര കുറ്റമാണ് ഡിപ്ലോമാറ്റിക് ചാനൽ വഴി സ്വർണം കടത്തുക എന്ന് പറയുന്നത്. നയതന്ത്ര ചാനൽ വഴി സ്വർണം കടത്തുക എന്ന് പറഞ്ഞാൽ 2 രാഷ്ട്രങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ വിശ്വാസ്യതയുടെ കടക്കൽ കത്തിവെക്കുന്ന ഏറ്റവും ക്രൂരമായ ഒരു ഏർപ്പാടാണ്. അതാണ് പിണറായി വിജയൻ ചെയ്തത്. അദ്ദേഹത്തിന്റെ മകൾ വീണ വിജയൻ, അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കരൻ, അദ്ദേഹത്തിന്റെ കളിത്തോഴിയായിട്ടുള്ള പ്രിയപ്പെട്ട സ്വപ്ന എന്ന് പറയുന്ന സ്ത്രീ, അങ്ങനെയുള്ള ആളുകളൊക്കെ ഡിപ്ലോമാറ്റിക് ചാനൽ വഴി സ്വർണം കടത്തി ഏറ്റവും ഗൗരവതരമായ കുറ്റകൃത്യത്തിൽ ഏർപ്പെടുമ്പോൾ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പിണറായിയെ സംരക്ഷിക്കുകയാണ്. സ്വർണ്ണക്കടത്ത് കേസിൽ, SLC ലെവലിൻ കേസിൽ, പിണറായി വിജയന്റെ മകന് ലഭിച്ച EDയുടെ സമൻസ് ലഭിച്ച വടക്കാഞ്ചേരിയിലെ ലൈഫ് മിഷൻ കേസിലൊക്കെ പിണറായി വിജയനെ താങ്ങി നിർത്തി സംരക്ഷിക്കുന്നത് ഈ രാജ്യം ഭരിക്കുന്ന BJPയുടെ ഗവൺമെന്റ് ആണ് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം. ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നടക്കുന്ന ഒരു അന്തർധാരയുണ്ട്, ഒരു അടിയൊഴുക്കുണ്ട്. അത് ഈ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയും ഈ സംസ്ഥാനം ഭരിക്കുന്ന പിണറായി വിജയനും തമ്മിലുള്ള ഒരു അന്തർധാരയാണ്. നരേന്ദ്രമോദിയെ സംബന്ധിച്ച് കോൺഗ്രസ് മുക്ത ഭാരതമാണ്. കോൺഗ്രസ് ഈ രാജ്യത്ത് എവിടെയും ഉണ്ടാവില്ല, ഉണ്ടാവാൻ പാടില്ല. രാഹുൽ ഗാന്ധിക്ക് കാലുകുത്തി നിൽക്കാൻ ഒരിടവും ഈ രാജ്യത്ത് ബാക്കിയുണ്ടാവാൻ പാടില്ല എന്നാഗ്രഹിക്കുകയാണ് നരേന്ദ്രമോദി. അതിനുവേണ്ടി ഈ സംസ്ഥാനത്ത് BJPക്ക് അധികാരത്തിൽ വരാൻ കഴിയില്ല എങ്കിൽ കിടക്കട്ടെ CPMന്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അങ്ങനെയാണ് പിണറായി വിജയന്റെ 2ാം ഗവൺമെന്റ് ഉണ്ടായത്. അത് കോവിഡ് കാലത്തെ പെൻഷൻ കൊണ്ടോ കിറ്റ് കൊണ്ടോ അല്ല, മറിച്ച് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എണ്ണം പറഞ്ഞ 25ഓളം മണ്ഡലങ്ങളിൽ സന്ദീപ് വാര്യർ വന്നപ്പോൾ പറഞ്ഞല്ലോ, തൃത്താല ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ RSSകാർ BJPക്കാർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത് CPMനാണ്. അങ്ങനെ CPMന്റെ ഗവൺമെന്റ് 2ാം ഗവൺമെന്റ് ഉണ്ടാകുന്നത് അങ്ങനെയാണ്. കീരിയും പാമ്പും ഇണങ്ങില്ല എന്നാണ് നമ്മളോട് പറയാറുള്ളത്. കീരിയും പാമ്പും ഇണങ്ങില്ല എന്ന് മാത്രമല്ല, ഇണചേരും എന്നതിന്റെ തെളിവാണ് കീരിയും പാമ്പും ഇണചേർന്നുണ്ടായ കുട്ടിയാണ് പിണറായി വിജയന്റെ 2ാം ഗവൺമെന്റ്. ആ ഗവൺമെന്റ് ഉണ്ടായതിന്റെ ഉപകാര സ്മരണയാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി പാർലമെന്റിലേക്ക് ജയിച്ചു പോയത്. അവിടെ തൃശൂർ പൂരം കലക്കിയത്, കലക്കാൻ ADGPയെ പറഞ്ഞു വിട്ടത്. ആ പൂരം കലക്കിയപ്പോൾ അവിടെ രക്ഷകവേഷത്തിൽ സുരേഷ് ഗോപി പ്രത്യക്ഷപ്പെട്ടത് പിണറായി വിജയൻ എഴുതിയ തിരക്കഥക്കനുസരിച്ചുള്ള നാടകമാണ്. ആ തിരക്കഥയുടെ ബാക്കി പത്രം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് PM ശ്രീയിൽ പിണറായി വിജയൻ CPIയെ പോലും അറിയിക്കാതെ ശിവൻകുട്ടിയെ കൊണ്ട് ഒപ്പുവെപ്പിക്കുകയാണ്. ഈ രാജ്യത്ത് BJPയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു ഗവൺമെന്റായി പിണറായി വിജയന്റെ ഗവൺമെന്റ് മാറിയിരിക്കുകയാണ്.
ആ ഗവൺമെന്റിനെ താങ്ങി നിർത്തുന്നതിന് വേണ്ടി ഈ നാട്ടിലെ BJP ഇനിയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ ആ ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ കണ്ണിലെണ്ണയൊഴിച്ച് ജാഗ്രതയോടുകൂടി നമുക്കതിനെ പരാജയപ്പെടുത്തേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ 10 വർഷമായി സമാനതകളില്ലാത്ത ദുഃഖവും ദുരന്തവുമാണ് നമുക്ക് സമ്മാനിച്ചത്. ഈ നാട്ടിലെ ചെറുപ്പക്കാർ യൂത്ത് ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് ഇവിടെ മത്സരിക്കുകയാണ്. പ്രിയപ്പെട്ട യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇവിടെയുണ്ട്. ഈ നാട്ടിലെ ചെറുപ്പക്കാർ പെരുവഴിയിലാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുള്ള രാജ്യമായി ഇന്ത്യ രാജ്യം മാറിയിരിക്കുന്നു. അതിലേറ്റവും കൂടുതൽ തൊഴിലില്ലാത്തവരുടെ ശരാശരി ഉയർന്നിൽക്കുന്ന നമ്മുടെ കേരളത്തിലാണ്. ഈ കേരളത്തിൽ ഏറ്റവും സാധാരണക്കാർ, ഏറ്റവും മെറിറ്റുള്ള മികവുള്ള ചെറുപ്പക്കാരാണ് നമ്മുടെ കുട്ടികൾ. ലോകത്തിലെ ഏറ്റവും മികവുറ്റ പ്രതിഭാശാലികളായ കുട്ടികൾ, ബുദ്ധി കൊണ്ട് പ്രബുദ്ധരായ, വിദ്യ കൊണ്ട് സമർത്ഥരായ ആ ചെറുപ്പക്കാർ ലോകത്തിലെ ഏറ്റവും മികച്ച പ്രതിഭാശാലികൾ. അവർ പഠിച്ച് പരീക്ഷ എഴുതി പുറത്തേക്ക് വരുമ്പോൾ അവർക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയില്ല. ഇവിടെ ആകെയുള്ളത് സർക്കാർ ജോലിയാണ്. ആ സർക്കാർ ജോലിയിലേക്ക് കടന്നു പോകുന്നത് പിൻവാതിൽ വഴി സഖാക്കളും അവരുടെ സിൽബന്ധികളുമാണ്. ഇവിടെ ബന്ധു നിയമനമാണ്, ഇവിടെ കരാർ നിയമനമാണ്, ഇവിടെ കൺസൾട്ടൻസി നിയമനമാണ്. PSC വഴി നിയമനമില്ല, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിയമനമില്ല. ഈ നാട്ടിലെ ചെറുപ്പക്കാരെ പെരുവഴിയിലാക്കിയ ഒരു ഗവൺമെന്റാണ്. ഈ നാട്ടിലെ ചെറുപ്പക്കാരുടെ ഉള്ളം കൈയിലേക്ക് മയക്കുമരുന്ന് എത്തിച്ചു കൊടുത്ത് ഈ നാടിനെ മയക്കുമരുന്ന് മാഫിയുടെ ഹബ്ബാക്കി മാറ്റിയ ഗുണ്ട മാഫിയ സംഘങ്ങളുടെ, കൊട്ടേഷൻ സംഘങ്ങളുടെ, കൊലയാളി കൂട്ടങ്ങളുടെ വിളനിലമാക്കി ഈ നാടിനെ മാറ്റിയ ഒരു ഗവൺമെന്റാണ് ഈ നാട് ഭരിക്കുന്നത്. കേരളത്തെ മുഴുവൻ കൊള്ളയടിച്ച് ഏറ്റവും ഒടുവിൽ ശബരിമലയിൽ പോലും കടന്നു കയറി ശബരിമല അയ്യന്റെ സ്വർണം പോലും അടിച്ചു മാറ്റാൻ കടിക്കാത്ത ഒരു ഗവൺമെന്റ് ഈ നാട് ഭരിക്കുമ്പോൾ ഈ ഗവൺമെന്റിനെ വിചാരണ ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു അവസരമാണ് പ്രിയപ്പെട്ടവരെ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ്. ആ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അഭിമാനത്തോടുകൂടി നമ്മൾ അവതരിപ്പിക്കുന്നത് ഏറ്റവും മികച്ച പ്രതിഭാശാലികളായ, അനാദൃശ്യ വൈഭവമാർന്ന പ്രതിഭാശാലികളെയാണ്. പത്തര മാറ്റിന്റെ പളുങ്ക് മണികളെയാണ് നമ്മൾ സ്ഥാനാർത്ഥികളായി ജനങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത്. ആ പത്തര മാറ്റിന്റെ പളുങ്ക് മണികളെ പുഷ്പം പോലെ വിജയിപ്പിച്ച് 10,000-കണക്കിന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് പ്രിയപ്പെട്ട നമ്പറ ഡിവിഷനിലെ ഏറ്റവും പ്രതിഭാശാലിയായ നമ്മളുടെ യുവജന നായകനെ ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തിൽ, ജില്ലാ പഞ്ചായത്തിലെ ഏറ്റവും റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ അദ്ദേഹത്തെ ജില്ലാ പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുത്ത് അയക്കണം. അതിനുവേണ്ടിയുള്ള ഉത്തരവാദിത്വത്തിലേക്ക് ഐക്യ ജനാധിപത്യ മുന്നണി പ്രവർത്തകന്മാരെ ഉണർത്തുന്ന ഒരു ചടങ്ങായി ഈ ചടങ്ങ് മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട്, അതിനായി ആശംസിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ഷെരീഫ് കുറ്റൂരിനും ഇവിടെയുള്ള അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരായ മുഴുവൻ സ്ഥാനാർത്ഥികൾക്കും എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ.